ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്, കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷാമ്പൂ ഒക്കെ എടുക്കാൻ മറന്നു ഗായ്സ്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ, ഇപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഷാമ്പൂ ഒക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കുഴപ്പമില്ല. മുടിയിൽ സിറം മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കും വാരി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് പോകുന്നത് ആക്ച്വലി മൂവിക്കാണ് കേട്ടോ. ബത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. മോൾ ഓഫ് ട്രാവൻകൂറിലാണ്. ഷോ ടൈം വന്നിട്ട് 6:30 ആണ്. നമ്മൾ ആക്ച്വലി ഡയറക്റ്റ് MOT പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ് അത് കുഴപ്പമില്ല, നിങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വണ്ടിയോട് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കാറിൽ പോകാമെന്ന്. അപ്പോൾ ചേച്ചി ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു വേറെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ പോവാം, ഒന്ന് മോളൊക്കെ ചുറ്റി കണ്ട് ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു 4 ആയപ്പോഴത്തേക്ക് ചേച്ചിയുടെ വീട്ടിലെത്തിയായിരുന്നു. ചേച്ചിയുടെ മക്കളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ്, എസ്പെഷ്യലി എന്നെ കാണുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആണ് കേട്ടോ. എൻ്റെ അടുത്താണ് ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. പാർത്തീനെ മിക്കപ്പോഴും സിനിമ കാണാൻ കൊണ്ടുപോകാറുണ്ട്, നിങ്ങളെ അങ്ങനെ കൊണ്ടുപോകാറില്ല, കാരണം കുഞ്ഞല്ലേ, അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പിന്നെ ഭയങ്കര ബഹളമായിരിക്കുമെന്ന്. അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളെല്ലാവരും പോകുന്നില്ലേ, പിള്ളേരെ കൂടെ വിളിക്ക്. ശില്പയും മോളും ഹസ്ബൻഡുമായിട്ട് വരുന്നുണ്ട്. പിന്നെ നിളയെ മാത്രം ഒറ്റയ്ക്കാക്കിയിരുത്തണത് പിന്നെ അവൾക്ക് വിഷമം. നമ്മളെല്ലാവരും റെഡിയായിട്ട് പോകുന്ന കാണുമ്പോഴത്തേക്കും പിന്നെ നിളക്കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ നിളക്കുട്ടിയും കൂടെ കൂട്ടിയത്. നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും പോകുന്നതല്ലേ, അപ്പോൾ ഒരു എൻജോയ്മെൻ്റ് അല്ലേ. SP പേയാട് പോകാനാണ് ആദ്യം ഇരുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു ടൈം ഈവനിങ് ടൈം ഷോ ഇല്ല, പിന്നെ നൈറ്റേ ഉള്ളൂ. അതാണ് പിന്നെ മോൾ ഓഫ് ട്രാവൻകൂറിൽ ഫിക്സ് ചെയ്തത്. ടിക്കറ്റ് ഇല്ല കേട്ടോ കിട്ടാൻ, ഫുൾ എല്ലായിടത്തും ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യം ഏരീസ് പ്ലസ് ആയിരുന്നു, നല്ല ഓടിയല്ലേ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിൽ തന്നെ ബുക്ക് ചെയ്തത്. ഞാൻ മോൾ ഓഫ് ട്രാവൻകൂറിൽ സെക്കൻഡ് ടൈമാണെന്ന് തോന്നുന്നു വരുന്നത്. ഇതിന് മുന്നേ എൻ്റെ ഫ്രണ്ടായിട്ട് വന്നു ഒരു പ്രാവശ്യം, അവൾക്ക് എന്തോ ആവശ്യത്തിന്. പിന്നെ ഇപ്പോൾ മൂവി കാണാൻ ഫാമിലിയായിട്ട്. മിക്കപ്പോഴും ഞാൻ പോകുന്നത് ലുലു മോളിലാണ്. ലുലു മോളൊക്കെ വരുന്നതിന് മുന്നേ MOT ആയിരുന്നു, ഫുൾ റഷും, ആൾക്കാർ ഫുൾ ഇവിടെയായിരുന്നു. ഇപ്പം ആൾക്കാരങ്ങനെ ഇല്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആയതും പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. പാർത്തി കിഡ്സ് ഏരിയയിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ നമുക്ക് ടൈമില്ലല്ലോ, 6:30 ഷോയാണ്, നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ വന്നത്. ഇപ്പം മോള് മാത്രമാണ് കറങ്ങാനായിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് കിഡ്സ് ഏരിയയും കൂടെ നോക്കായിരുന്നു. ബട്ട് മൂവിക്ക് വന്നതല്ലേ, എന്തായാലും കിഡ്സ് ഏരിയയിൽ കയറുമ്പോഴത്തേക്കും നല്ലൊരു ടൈം എടുക്കും, ഓൾമോസ്റ്റ് ഒരു 2 to 3 hours എങ്കിലും വേണം. അപ്പോൾ പിള്ളേർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ മൂവിക്ക് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് പോയില്ല. ഓണം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രോഗ്രാംസ് മോളിൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ പിന്നെ ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിലാണ് ഇരിക്കുന്നത്. ശില്പ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. അവരുടെ വീട് ഉള്ളൂരാണ്. അപ്പോൾ അവർക്ക് വരാൻ കുറച്ച് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ നിന്നാണ് ഡയറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും അവരും എത്തി. എന്നിട്ട് പിള്ളേർ 3 കൂടെ ഭയങ്കര ബഹളമായിരുന്നു. 3 ഒത്തുകൂടുമ്പം പിന്നെ അത് വേറൊരു എൻജോയ്മെൻറ്റാണ്, അവരുടേതായ ലോകത്താണ്. പിന്നെ നമ്മൾ സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നാക്സും ജ്യൂസും ഒക്കെ. അപ്പോൾ അത് ഇതുവരെ ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പോൾ ചേച്ചി എനിക്ക് ബില്ല് തന്നിട്ട് പറഞ്ഞു പോയാന്ന് നോക്കാൻ. അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 5 minutes മാം, 5 minutes, ഇതുവരെ റെഡി ആയിട്ടില്ല. കൗണ്ടറിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണെന്ന് ഇവർ ഇത്ര ലേറ്റ് ആക്കണേന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ പിന്നെ ബില്ല് കൊണ്ടുപോയി ചേച്ചിയെ കൊടുത്തു. ചേച്ചി പോയി മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മോമോസും ഇലയപ്പവും കുഴക്കട്ടയും ജ്യൂസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ട്രോബെറി ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്, വിത്തൗട്ടായിരുന്നു. ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് സ്ട്രോബെറി വിത്ത് നോ ഷുഗറാണ് പറഞ്ഞത്. പിന്നെ അവർക്കൊക്കെ പൈനാപ്പിൾ മാംഗോ ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ പതുക്കെ തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോയി. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡും ബ്രദേഴ്സൊക്കെ ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി, ഇതുവരെ വന്നില്ല. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു നിങ്ങൾ കയറിക്കോ, നമ്മൾ എത്തിക്കോളാം. 6:35 ഷോ. അപ്പോൾ നമ്മൾ പതുക്കെ തിയേറ്ററിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഭയങ്കര ആൾക്കൂട്ടം. പിന്നെ നോക്കിയപ്പോൾ അവിടെ ക്ലീനിങ് നടക്കുമായിരുന്നു. അങ്ങനെ അകത്തോട്ടൊന്നും ആരെയും കയറ്റിയില്ല. എന്നാലും നമ്മൾ നുഴഞ്ഞൊക്കെ കയറി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഓട്ടിച്ച് വിട്ടു. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ച് നടക്കുകയായിരുന്നു. പിന്നെ കറക്റ്റ് ഒരു 6:25 ആയപ്പോഴത്തേക്കും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ
തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. 6:45 ആയപ്പോഴത്തേക്ക് ഷോ തുടങ്ങി കേട്ടോ. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പർ മൂവി. നിവിൻ പോളി എങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. എന്നാ അഭിനയം, എന്നാ ലുക്ക്, അതുപോലെ എല്ലാ കാസ്റ്റും അവരെ ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരു രക്ഷയില്ല. നല്ല ഫീൽ ഗുഡ് മൂവി, ഇമോഷൻ, കോമഡിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം. കവളൊക്കെ വയ്യ കേട്ടോ, ചിരിച്ചിരിച്ച് മരിച്ചു. നല്ലൊരു കിടിലം മൂവി, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു കിടിലം മൂവിയാണ്. എന്തായാലും ഓണം ബത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കി മക്കളെ, സൂപ്പറായിട്ടുണ്ട്. പിള്ളേരുടെ മൂവി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിളക്കുട്ടി ഇച്ചിരി അലമ്പായിരുന്നു, പോപ്കോണൊക്കെ തട്ടി താഴെ തള്ളിയിട്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയായിരുന്നു. മഞ്ഞക്കുട്ടി കുഴപ്പമില്ല, ബ്രേക്ക് വന്ന സമയത്ത് ഭയങ്കര കളിയായിരുന്നു. പാർത്തി പാവം കേട്ടോ, അവൻ മിണ്ടായിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്താണ് ഇരുന്നത്. അവന് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു, സൂപ്പർ മൂവി എന്ന് പറഞ്ഞു. ക്ലൈമാക്സ് ഒക്കെ എത്താറായപ്പോൾ നിളക്കുട്ടി ഉറങ്ങി. മന്നുവും പാർത്തി ഉറങ്ങിയില്ല കേട്ടോ. മഞ്ഞക്കുട്ടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിവിൻ പോളിയും അമിതയൊക്കെ കരയുന്ന കണ്ടപ്പോഴത്തേക്കും ചേച്ചി കരയുന്നു, ചേട്ടൻ കരയുന്നു പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് 9:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ. ലേറ്റായിപ്പോയി, നമ്മൾ ഫുഡൊന്നും കഴിക്കാനായിട്ട് കയറിയില്ല. പിന്നെ ഇതാണ് മോൾ വ്യൂ കേട്ടോ. നൈറ്റ് ആയപ്പോഴത്തേക്കും ലൈറ്റ്സൊക്കെ ഇട്ട് ഓണമൊക്കെ ആയതുകൊണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ വീട് വരെ ഓക്കെ, കാറിലാണ് പോകുന്നത്, നമ്മുടെ വീട്ടിലോട്ട് എങ്ങനെ പോകുമെന്നോ, കാരണം അത്രയ്ക്ക് മഴയായിരുന്നു, ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ. ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും മഴ നിൽക്കുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒരു 10:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. മഴ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ തച്ചോട്ടാക്കി എത്തിയപ്പോഴത്തേക്കും മഴയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒതുക്കി കുറേ നേരം അവിടെ നിന്നു. പിന്നെ മഴ തോരണ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മഴയത്ത് കുളിച്ച് വീട്ടിലെത്തി. 11 മണിയായി കേട്ടോ.